ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണല്ലോ ശഅബാൻ മാസം. ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. ആ മാസത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം. എന്താണ് ശഅബാൻ എന്റെ മാസമാണെന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ബാക്കിയുള്ളതൊക്കെ വേറെ ആരുടെയെങ്കിലും മാസമാണോ? അല്ല. ശഅബാനിൽ എനിക്ക് അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. മറ്റൊരാൾക്കും കൊടുക്കാത്തത് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള പെർമിഷൻ ലഭിച്ചത്. മദീനയിലെത്തിയ ശേഷം 10-12 മാസക്കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാ തങ്ങൾ നിസ്കരിച്ചത്. അപ്പോഴും ഖൽബിലൊരു മോഹമുണ്ട്, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖിബില കഅബയാണ്. പിന്നെന്തിനാ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചത്? അത് യഹൂദി നസാറാക്കളെ പ്രേണിപ്പിച്ച് ദീനിലേക്ക് കൊണ്ടുവരാനാണോ? അല്ല. അങ്ങനെ ചിലര് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൂട്ടത്തിൽ, നബിമാരെ കൂട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് ഖിബലയാക്കിയ നബിമാരുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ധാരാളം നബിമാരുടെ ഖിബല ബൈത്തുൽ മഖ്ദിസാണ്, മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മഖ്ദിസാണ്. അപ്പൊ അവരോട് പിൻപറ്റാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചു. അപ്പോഴും ഖൽബിൽ മോഹമുണ്ട്, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അല്ലാഹു അനുവാദം തന്നിരുന്നെങ്കിൽ. ആ സമയത്തല്ലേ വിശുദ്ധ ശഅബാൻ 15-ന് അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഓ നബിയേ, അങ്ങയുടെ കണ്ണും കൽബും മേലോട്ടങ്ങനെ മറിയുന്നത് നാം കാണുന്നുണ്ട്. ഒരു പുതിയ നിർദ്ദേശം വരുന്നുണ്ടോ? ഖിബില മാറ്റം വരുന്നുണ്ടോ എന്നാലോചിച്ച് തങ്ങൾ മേലോട്ട് തിരിയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളെ ഇഷ്ടപ്രകാരം തന്നെ തരട്ടെ. അള്ളാഹു പറയുന്നത് എന്റെ ഇഷ്ടപ്രകാരം അല്ല. ഫവല്ലി നബിയേ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? തങ്ങൾക്ക് തൃപ്തി കഅബയാണോ? എനിക്കും തൃപ്തി കഅബ തന്നെ. അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചോളൂ നബിയെ. അന്നത്തെ ദിവസം ളുഹ്ർ നിസ്കരിച്ചത് പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിലേക്കാണ്, അസ്ർ നിസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. ആ വലിയ സന്തോഷം സാധ്യമായി കിട്ടിയത് ഈ വിശുദ്ധ ശഅബാനിലാണ്. മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കണം. നാളെ ആഖിറത്തിലെത്തിയിട്ട് ഞാനും നിങ്ങളും മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ ആളുകൾ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ എല്ലാവരും ആവശ്യപ്പെടുന്നൊരു വിഷയമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ്. ആ ശഫാഅത്തിന് തന്നെയാണ് സ്വഹാബത്തുൻ നബി തങ്ങളോട് ആവശ്യപ്പെട്ടത്. ഫകുല്ലി ഷഫീഅൻ യൗമ ലാദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദിബിനി ഖാരിബി. ഓ നബിയേ, പാവപ്പെട്ട സവാദ് ബിൻ ഖാരിബ് ആഖിറത്തിൽ വരുമ്പോ തങ്ങളെനിക്ക് ശുപാർശ ചെയ്യണേ നബിയേ. മറ്റൊരാളും എനിക്ക് മതിയാക്കാൻ ആഖിറത്തിലില്ല. ഒരു ചെറിയ അവസ്ഥ പോലും പരിഹരിച്ചു തരാൻ ആരുമില്ലാത്ത പാരത്രിക ലോകത്ത് തങ്ങൾ എനിക്ക് ഷഫീആകണം, ശുപാർശകനാകണം. ഇത് ചോദിക്കുന്നു സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു. മുഴുവൻ മനുഷ്യരും ആവശ്യപ്പെടുന്ന ശഫാഅത്തില്ലേ, ആ ശഫാഅത്തിന് അധികാരം കിട്ടിയതും വിശുദ്ധ ശഅബാനിലാണ്. ശഅബാൻ 13-ന്റെ രാവിലെ ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിൽ ശഫാഅത്തിന് അധികാരം നൽകി. അതും പൂർണ്ണമായിട്ടല്ല, മൂന്നിലൊരു ഭാഗത്തിന് ശഫാഅത്തിന് അധികാരം കിട്ടിയപ്പോ നമ്മൾ ആലോചിക്കണം, അത് മതിയെന്ന് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ല, എനിക്കത് പോരാ, എന്റെ ഉമ്മത്തിൽ മുഴുവനും ഷഫാഅത്തിന് എനിക്ക് അധികാരം കിട്ടണം. രണ്ടാമതും ചോദിച്ചു. 14 രാവിലെ മൊത്തം സമൂഹത്തിൽ 3/2 വിഭാഗത്തിന് ഷഫാഅത്തിനുള്ള പെർമിറ്റ് അല്ലാഹു നൽകി. അതും പോരാ, മൊത്തം ഷഫാഅത്തിന് അധികാരം കിട്ടണം. 15 രാവിൽ വീണ്ടും ചോദിച്ചു. 15ാമത്തെ രാവിലെ പൂർണ്ണ ഷഫാഅത്തിന്റെ അധികാരം അല്ലാഹു എനിക്ക് തന്നു. അവിടുത്തെ ഷഫാഅത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം എന്ത് പറയാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കല്ലേ ഷഫാഅത്തിന് അല്ലാഹു പെർമിഷൻ കൊടുക്കുന്നത്? ലക്ഷക്കണക്കിന് നബിമാരുണ്ട്, ഔലിയാക്കളുണ്ട്, മലക്കുകളുണ്ട്. പക്ഷേ അവർക്കാർക്കുമല്ല അല്ലാഹു അനുവാദം കൊടുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിനാണ്. അവിടുത്തേക്ക് ആ ഷഫാഅത്തിന് അധികാരം കൊടുക്കുമ്പോ നമുക്കും അതിലൊരു മെമ്പർഷിപ്പ് കിട്ടാനല്ലേ വാങ്ക് വിളിക്ക് ശേഷവും ഇഖാമത്ത് വിളിക്ക് ശേഷവും ദുആർക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത്തർ റഫീഅ വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ഈ പ്രാർത്ഥന ആരെങ്കിലും നിർവഹിച്ചാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, എന്റെ ഷഫാഅത്ത് അവന് ഉറപ്പായി പോയി. അത് ഒരു കാര്യമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ചില ആളുകൾ മദീനയിലേക്ക് പോകും. ഞാൻ ഇനി പറയാൻ പോകുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. എല്ലാവരും ആമീൻ പറ. അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അതിൽ പെട്ടാ നമ്മുടെ കാര്യമൊക്കെ പോയി. ലക്ഷങ്ങൾ ചെലവഴിച്ച് മദീനയിലേക്ക് പോകും. ഒന്ന് ആലോചിക്കണം, മനസ്സുകൊണ്ട് ആലോചിക്കണം. ലക്ഷങ്ങൾ ചെലവഴിച്ച് മദീനയിലേക്ക് പോയിട്ട് പുന്നാര നബിതങ്ങളെ മുന്നിൽ വന്ന് ഒരു സലാം പറയാൻ, ഒരു സ്വലാത്ത് പറയാൻ അവർക്ക് മടിയാണ്. അത് പറ്റില്ല എന്നാ അവര് പറയുന്നത്. സർവ്വ ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹജ്ജിന്റെ ബാബില്. ഇമാം നവവി തങ്ങളെ ഹജ്ജിന്റെ ബാബിലാണ് മദീന സിയാറത്ത് കൊണ്ടുവന്നത്. ലോകത്ത് ഏത് പണ്ഡിതന്മാര് മദീന സിയാറത്ത് എഴുതിയിട്ടുണ്ടോ ഹജ്ജിന്റെ ബാബിലാണ്. മക്കത്ത് ഹജ്ജ് നിർവഹിച്ച ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ നേരെ വരുന്നത് മദീനയിലേക്കാണ്. മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് തിരിച്ച് മക്കയിലേക്ക് പോകുന്നു. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് മദീനയിൽ പോകുന്നു. മദീന നഗരം കാണുന്നു. പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കുന്നു. ഒരു സലാം പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അത്തരക്കാരിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. കാരണം സ്വഹാബത്തും താബിഈകളും ഇമാമുകളും നബിതങ്ങളുടെ ഷഫാഅത്തിന്റെ കാരണമായി പഠിപ്പിച്ച ഒന്നാണ് അവിടുത്തെ സിയാറത്ത്. തങ്ങൾ പറഞ്ഞില്ലേ, മൻസാറ ഖബരി വജബത് ലഹു ഷഫാഅത്തി. എന്റെ ഖബർ ഒരാൾ സിയാറത്ത് ചെയ്താൽ അവിടുത്തെ ഹദ്റത്തിൽ പോയി ഒരു സലാം പറയുക, അതല്ലേ പ്രധാനപ്പെട്ട സിയാറത്ത്. മുത്തു നബി തങ്ങൾക്കൊരു സലാം പറയുക. നബി തങ്ങൾക്ക് സലാം പറയാതെ നിസ്കരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തെടുക്കാതെ നോമ്പിന് പൂർണ്ണത ലഭിക്കുമോ? നബി തങ്ങളെ സുന്നത്തെടുക്കാതെ ഹജ്ജിന് പൂർണ്ണത ലഭിക്കുമോ? ഉംറക്ക് പൂർണ്ണത ലഭിക്കുമോ? തവാഫിന് പൂർണ്ണത ലഭിക്കുമോ? ലോകത്തേത് ഫർളായ അമൽ ചെയ്യുമ്പോഴും ആ ഫർളിന് പൂർണ്ണത ലഭിക്കണമെങ്കിൽ സുന്നത്തില്ലാതെ കഴിയൂല. അതുകൊണ്ട് ആ സുന്നത്തിനെ സ്നേഹിക്കണം. അതിനെ എതിർക്കുന്ന ആളുകളാകരുത്. വിശ്വാസം കുറഞ്ഞു പോകുന്ന ആളുകളാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, മദ്ഹ് ചൊല്ലണം. സ്വഹാബത്ത് കൂടിയിരുന്ന് ചൊല്ലിയിട്ടുണ്ട്. മദീന പള്ളിയിൽ കൂടിയിരുന്ന് ചൊല്ലിയിട്ടുണ്ട്. ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മദ്ഹിൽ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്ക് നിങ്ങൾ, നബി തങ്ങളുടെ പേരിൽ സ്വലാത്തിന്റെ മജ്ലിസ് ഒരുക്കുമ്പോ
ഓ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ആരും അതിനെ എതിർക്കേണ്ടതില്ല. അതിനെ എതിർക്കുന്നവൻ അല്ലാഹുവിന്റെ ഹബീബിനെയാണ് എതിർക്കുന്നത് എന്ന് ആലോചിക്കണം. ഒരൊറ്റ സ്വലാത്തിന്റെ മജ്ലിസിനെയും എതിർക്കേണ്ടതില്ല. നീ പോയാലും ശരി, പോയിട്ടില്ലെങ്കിലും ശരി, നിനക്ക് ഈമാൻ ഉണ്ടോ എന്നാ നീ എവിടെ എത്തും? ഈമാനില്ലേ നീ എവിടെ എത്തൂല. തൗഫീഖ് അല്ലാഹു തരേണ്ടതാണ്.